നമസ്കാരം. സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആശാ വർക്കർമാർ നടത്തുന്ന സമരം തുടരുകയാണ്. സമരം കുറേ നാളുകളായി ഇത്തരത്തിൽ സമരം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. 7,000 രൂപ എന്നുള്ള ഓണറേറിയം വർദ്ധിപ്പിക്കണമെന്ന ആവശ്യവും ഉന്നയിച്ചാണ് ഇവർ സമരം നടത്തുന്നത്. നമ്മൾ ഈ സമരത്തിൻ്റെ പല വശങ്ങളും നമ്മൾ കണ്ടതാണ്. സമരത്തെ പല വിധത്തിലും അടിച്ചമർത്താൻ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ശ്രമങ്ങളുണ്ടായി. അതോടൊപ്പം തന്നെ കേന്ദ്രം തുക അനുവദിക്കാത്തത് കൊണ്ടാണ് ഇത്തരത്തിൽ ഇവർക്ക് നൽകാൻ കഴിയാത്തതെന്നായിരുന്നു സംസ്ഥാന സർക്കാർ വ്യക്തമാക്കിയിരുന്നത്. എന്നാൽ കേന്ദ്രം അക്കാര്യത്തിൽ വ്യക്തമായ നിലപാട് പറയുകയുണ്ടായി. കേന്ദ്രം പറഞ്ഞത് സംസ്ഥാനം കൃത്യമായ കണക്ക് നൽകട്ടെ, കണക്ക് നൽകിയാൽ എല്ലാം കൃത്യമായി നൽകാം. അതിൻ്റെ അർത്ഥം സംസ്ഥാന സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട് യാതൊരു കണക്കുകളും നൽകിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ആശാ വർക്കർമാർ മുടിമുറിച്ചുള്ള സമരത്തിലേക്ക് ഒക്കെ കടക്കുന്ന സാഹചര്യമുണ്ടായി. അതോടൊപ്പം തന്നെ സമരം ചെയ്യുന്നവർക്കെതിരെ നടപടി എടുക്കുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തി. നടപടി എടുക്കും എന്ന് കണ്ടപ്പോൾ കുറേയേറെ ആശാ വർക്കർമാർ പേടിച്ച് സമരത്തിൽ നിന്ന് പിന്മാറുന്ന സാഹചര്യം പോലും ഉണ്ടായി. അതോടൊപ്പം തന്നെ CITUവിനെ ഉപയോഗിച്ചുകൊണ്ട് സമരത്തെ അടിച്ചമർത്താനുള്ള മറ്റൊരു ശ്രമം സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി. അതോടൊപ്പം തന്നെ സർക്കാർ ഈ സമരത്തെ വേണ്ട ഗൗരവത്തിൽ കാണുന്നില്ല എന്നുള്ള ഒരു പരാതി ഇവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായി. അതോടൊപ്പം തന്നെ എളമരം കരീം ഉൾപ്പെടെയുള്ള നേതാക്കളൊക്കെ തന്നെ ഇതിനെ ഈർക്കിൽ സമരം എന്ന് വിശേഷിപ്പിച്ചു. അദ്ദേഹത്തെ പോലെയുള്ള ഒരു നേതാവിൽ നിന്നും കേൾക്കാൻ പാടില്ലാത്ത വാക്കുകളായിരുന്നു അത്. ഇതൊക്കെ ആശമാർക്ക് വലിയ വിഷമമുണ്ടാക്കിയ ഘടകം തന്നെയാണ്. ഏതായാലും സെക്രട്ടേറിയറ്റ് മുന്നിൽ ആശാ വർക്കർമാർ നടത്തുന്ന സമരം ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓണറേറിയം വർദ്ധിപ്പിക്കുക, വിരമിക്കൽ ആനുകൂല്യം നൽകുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ആശമാർ ഇപ്പോഴും സമരം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആശാ വർക്കർമാരുടെ സമരം തുടരുന്നത് പിടിവാശി മൂലമാണെന്ന മുഖ്യമന്ത്രിയുടെ പ്രസ്താവന കാര്യങ്ങൾ വ്യക്തമായി അല്ലെങ്കിൽ വസ്തുതാപരമായി മനസ്സിലാക്കാത്തത് കൊണ്ടാണെന്നാണ് ആശമാർ പറയുന്നത്. ആശമാർക്ക് ആദ്യഘട്ടമായി നൽകാൻ കഴിയുന്ന തുക എത്രയെന്ന് ഒരു ചർച്ചയിലും സർക്കാർ മുന്നോട്ട് വെച്ചില്ല എന്നുള്ളതും വ്യക്തമാകുന്നു. അതോടൊപ്പം തന്നെ 2 മാസം പിന്നിടുന്നതോടെ കൂടുതൽ സമരത്തിലേക്ക് എത്താനുള്ള സമരം കൂടുതൽ വ്യാപിപ്പിക്കാനുള്ള നടപടികളുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. ആശമാർ സമരം അവസാനിപ്പിക്കുന്നതാണ് നല്ലത്. ഓണറേറിയം വർധനവ് സാധ്യമല്ല എന്നുള്ള കടുത്ത വാക്കുകളാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. കാരണം മുഖ്യമന്ത്രി ഇത്രയും നാൾ സമരം ചെയ്യുന്ന തങ്ങളുടെ ആവശ്യങ്ങൾ കണ്ടില്ലെന്ന് നടിക്കുകയാണെന്ന് ആശമാർ പരാതിപ്പെടുകയുണ്ടായി. അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി വളരെ ശക്തമായ ഭാഷയിൽ സമരം അവസാനിപ്പിക്കണമെന്ന തരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞത്. ഏതായാലും ഓണറേറിയം വർധനവ് ഒരു കാരണവശാലും സാധ്യമല്ല എന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. ഇതിനു മുമ്പ് ഈ സർക്കാർ പറയുന്നത് കേന്ദ്രം തുക നൽകാത്തത് കൊണ്ടാണ് എന്നായിരുന്നു. പക്ഷേ കേന്ദ്രത്തിൽ നിന്നും അതിന് കൃത്യമായ മറുപടി ലഭിച്ചതോടെ അക്കാര്യത്തിൽ പറയുന്നത് അവസാനിപ്പിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഈ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും. സെക്രട്ടേറിയറ്റ് നടയിൽ അനിശ്ചിതകാല സമരമിരിക്കുന്ന ആശാ വർക്കർമാർ സമരം അവസാനിപ്പിച്ച് മടങ്ങണമെന്നുള്ള ശക്തമായ താക്കീതാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. 26,125 ആശമാരാണ് കേരളത്തിലുള്ളത്. ഇതിൽ 90% സമരത്തിലില്ല എന്നുള്ള വിചിത്രമായ ന്യായമാണ് മുഖ്യമന്ത്രി ഉന്നയിക്കുന്നത്. കാരണം 10% പേർ മാത്രമാണ് സമരം ചെയ്യുന്നതെന്നാണ് പറയുന്നത്. ഈ 10% പേർ സമരം ചെയ്യുന്നത് ബാക്കിയുള്ള 90%-ന് വേണ്ടിയാണെന്നുള്ളത് മുഖ്യമന്ത്രി മനസ്സിലാക്കുന്നില്ല എന്ന് വേണം കാണാൻ. അതോടൊപ്പം തന്നെ അവർ കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ പത്രങ്ങളിലൊക്കെ കണ്ടതാണ്. കാരണം മുഖ്യമന്ത്രി പറയുന്ന വാർത്താസമ്മേളനത്തിൽ പറയുന്ന കാര്യങ്ങൾ അവിടെ കിടന്നുകൊണ്ട് മൊബൈലിൽ കാണുന്ന ആശമാരുടെ ചിത്രമൊക്കെ നമ്മൾ കണ്ടു. അതോടൊപ്പം തന്നെ കുഞ്ഞുങ്ങളെയൊക്കെ വിട്ടുപിരിഞ്ഞ് വന്നിട്ട് കുറേയേറെ ദിവസമായി കുഞ്ഞുങ്ങളെ വീഡിയോ കോളിലൂടെ കണ്ട് കരയുന്ന ചിത്രങ്ങളുമൊക്കെ പങ്കുവച്ചു. ഈ സമരപന്തലിലേക്ക് സുരേഷ് ഗോപി എത്തുകയുണ്ടായി. സുരേഷ് ഗോപി ശക്തമായ വെയിൽ ഉണ്ടായതുകൊണ്ട് അവർക്കെല്ലാം കുട സമ്മാനിച്ചു. അതിനെപ്പോലും കുട മാത്രമേ കൊടുത്തുള്ളൂ, ഉമ്മ കൊടുത്തില്ല എന്ന രീതിയിൽ CPM-ൻ്റെ നേതാവ് പറയുന്ന ഒരു സാഹചര്യം പോലും ഉണ്ടായി. അത്തരത്തിൽ പരിഹസിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങളെത്തി. നമുക്കറിയാം എളമരം കരീമിനെ പോലുള്ളൊരു നേതാവ് പറഞ്ഞത് ഈർക്കിൽ സമരം എന്നാണ്. ഇങ്ങനെയൊക്കെ പറയാമോ എന്നുള്ള രീതിയിലാണ് ഓരോരുത്തരും ചോദിക്കുന്നത്. ഏതായാലും അതുകൊണ്ട് തന്നെ ആരോഗ്യമേഖലയെ ആശാസമരം ബാധിക്കുന്നില്ലെന്നും മുഖ്യമന്ത്രി പറയുന്നു. യാതൊരു വിധത്തിലും ആരോഗ്യമേഖലയെ ആശാസമരം ബാധിക്കില്ല, അതിനുള്ള വഴികൾ കണ്ടെത്തിയിട്ടുണ്ട്. തലസ്ഥാനത്ത് മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോഴാണ് മുഖ്യമന്ത്രി ഇത്തരത്തിലുള്ള പ്രസ്താവന നടത്തിയത്. ചെറിയ വിഭാഗമാണ് സമരം ചെയ്യുന്നതെന്ന് കണ്ട് തള്ളിക്കളയുന്നതിന് പകരം 5 തവണ സർക്കാർ ഈ സമരക്കാരുമായി ചർച്ച നടത്തി. ആശമാർ ഉന്നയിച്ചത് പ്രകാരം ഉപാധിരഹിത ഓണറേറിയം നൽകാൻ സർക്കാർ തീരുമാനിച്ചു. വിരമിക്കൽ പ്രായം 62 ആയിരുന്ന സർക്കാർ ഉത്തരവ് മരവിപ്പിച്ചു. അതോടൊപ്പം തന്നെ ലെപ്രസി സർവേയുമായി ഉന്നയിച്ച പ്രശ്നവും പരിഹരിച്ചു. ശേഷിക്കുന്ന ആശമാർക്ക് നടപടിയും സ്വീകരിച്ചു. ആയുഷ് പദ്ധതിയിലൂടെ കുറച്ച് ആശമാർക്ക് ഇൻസെൻറ്റീവ് മുഴുവൻ നൽകാൻ കേന്ദ്രത്തോട് ആവശ്യപ്പെടുകയും ചെയ്തു എന്നും മുഖ്യമന്ത്രി പറയുകയുണ്ടായി. അതേസമയം ഈ സമരം അവസാനിപ്പിച്ച് പോകുന്നതാണ് നല്ലതെന്നുള്ള താക്കീതും
അദ്ദേഹം നൽകി. സമരം അവസാനിപ്പിക്കണമെന്ന് തന്നെയാണ് സർക്കാരിൻ്റെ ആഗ്രഹമെന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. എന്നാൽ സമരക്കാർക്ക് കൂടി ഈ ആഗ്രഹം വേണ്ടേ എന്നും അദ്ദേഹം ചോദിച്ചു. അവസാനിപ്പിക്കണമെങ്കിൽ 21,000 രൂപ ഓണറേറിയവും 5 ലക്ഷം രൂപ വിരമിക്കൽ ആനുകൂല്യവും നൽകണമെന്നാണ് സമരക്കാരുടെ ഭാഗം. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉൾപ്പെടെ വിശദീകരിച്ചതിന് കഴിയില്ലെന്ന് സർക്കാർ വ്യക്തമാക്കിയതാണ്. സാമ്പത്തിക ബുദ്ധിമുട്ടുകളെക്കുറിച്ച് പറയുമ്പോൾ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, PSC ചെയർമാൻ ഉൾപ്പെടെയുള്ളവർക്ക് ശമ്പളം വർദ്ധിപ്പിച്ചത് എത്ര രൂപയാണ്? ലക്ഷങ്ങളാണ് വർദ്ധിപ്പിക്കുന്നത്. ഇവർ തുച്ഛമായ പൈസയാണ് സർക്കാരിനോട് ആവശ്യപ്പെടുന്നത്. ഇവിടെ PSC ചെയർമാൻ ഉൾപ്പെടെ PSC മെമ്പർമാർക്കുൾപ്പെടെ ലക്ഷങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനൊന്നും സർക്കാരിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല. അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രി സഞ്ചരിക്കുന്നത് 19 അകമ്പടി വാഹനങ്ങളോട് കൂടിയാണ്. ഇത്രയധികം സുരക്ഷ എന്തിനാണ് ഒരു മുഖ്യമന്ത്രിക്ക്? അത്രയധികം ഭീഷണിയുണ്ടോ ഒരു മുഖ്യമന്ത്രിക്ക്? ഇത്രയധികം പേടിക്കേണ്ട കാര്യമുണ്ടതാ? ഇതിനെല്ലാം എന്തുമാത്രം തുക ചിലവാകുന്നു? അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ ഈ വസതിയോട് ചേർന്നുള്ള ഒരു തൊഴുത്ത് നവീകരിക്കുന്നതിനൊക്കെ ലക്ഷങ്ങൾ ചിലവഴിക്കുകയാണ്. എന്തിനു പറയുന്നു, KV തോമസിന് യാത്രാപ്പടി ഇനത്തിൽ നൽകുന്നത് എത്ര ലക്ഷങ്ങളാണ്? ഇതിനൊന്നും സർക്കാരിന് സാമ്പത്തിക പ്രതിസന്ധിയോ ധനപ്രതിസന്ധിയോ ഇല്ല. അക്കാര്യത്തിൽ ബാലഗോപാൽ ഒരിക്കലും ഒന്നും മിണ്ടില്ല. അല്ലാത്തപ്പോൾ എപ്പോൾ ബാലഗോപാലിനോട് വാർത്താമാധ്യമങ്ങൾ ചോദിച്ചാലും പൈസയില്ല. അതോടൊപ്പം തന്നെ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നതിന് മുമ്പും ബഡ്ജറ്റ് അവതരിപ്പിച്ചതിന് ശേഷവുമൊക്കെ സർക്കാരിൻ്റെ ധനപ്രതിസന്ധിയെക്കുറിച്ച് വാചാലനാകുന്ന അദ്ദേഹം ഇത്തരത്തിൽ KV തോമസിന് യാത്രാപ്പടി ഇത്ര ലക്ഷങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ മിണ്ടാട്ടമില്ല. അതോടൊപ്പം തന്നെ PSC ചെയർമാനും PSC അംഗങ്ങൾക്കും എത്ര രൂപ വർദ്ധിപ്പിച്ചാലും ബാലഗോപാലിനൊന്നും യാതൊരു പ്രശ്നവുമില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അതോടൊപ്പം തന്നെ മന്ത്രിമാർക്കും MLA മാർക്കും ഒക്കെ ശമ്പളം വർദ്ധിപ്പിക്കുന്നതിനൊന്നും യാതൊരു ധനപ്രതിസന്ധിയോ സാമ്പത്തിക പ്രതിസന്ധിയോ ഇല്ലെന്ന് തന്നെയാണ് സർക്കാർ വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. ഏതായാലും ആശമാർക്കെതിരെ സർക്കാരിന് യാതൊരു പിടിവാശിയുമില്ലെന്നാണ് മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം പറഞ്ഞത്. മഹാഭൂരിപക്ഷം ആശമാരും ഇത് മനസ്സിലാക്കി. അതുകൊണ്ട് തന്നെയാണ് 90% പേരും ജോലി ചെയ്യുന്നത്. ബാക്കി 10% പേർ മാത്രമാണ് ഇത്തരം പിടിവാശിയുമായി മുന്നോട്ട് നിൽക്കുന്നതെന്നാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ ഇവർ സമരം അവസാനിപ്പിച്ച് മടങ്ങണമെന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. അതോടൊപ്പം തന്നെ ആശാവർക്കർമാരുടെ സമരം ഇത് രാഷ്ട്രീയ പ്രേരിത അജണ്ടയെന്നൊക്കെയാണ് പറയുന്നത്. കേരളത്തിലെ ആശാവർക്കർമാരുടെ സംഘടനകളൊന്നായ AITUC SUCയുടെ തൊഴിലാളി സംഘടന, അതായത് സെക്രട്ടേറിയറ്റ് മുന്നിൽ സമരത്തിലാണ്. LDF സർക്കാരും CITUവും ആശമാരുടെ സമരത്തിനെതിരാണെന്നാണ് അവർ പ്രചരിപ്പിക്കുന്നതെന്നാണ് സർക്കാർ പറയുന്നത്. ചില പൊതുപ്രവർത്തകരും ബുദ്ധിജീവികളും ഇതിനകം തന്നെ സർക്കാരിനെതിരെ നിലപാടെടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. 1ാം UPA സർക്കാർ 2005 ആരംഭിച്ച നാഷണൽ റൂറൽ ഹെൽത്ത് മിഷന് കീഴിൽ 2013 നഗരങ്ങളെ കൂടി ഉൾപ്പെടുത്തി ഇത് നാഷണൽ ഹെൽത്ത് മിഷൻ NHM ആക്കി മാറ്റി. ജനങ്ങളും ആരോഗ്യ സംവിധാനവും തമ്മിൽ ചേർക്കുന്ന കണ്ണിയായി ആരോഗ്യ സേവനങ്ങളെ ജനങ്ങളിലെത്തിക്കാൻ നിയോഗിച്ച വനിതാ തൊഴിലാളികളാണ് ആശാവർക്കർമാർ. സന്നദ്ധ പ്രവർത്തകർ എന്ന നിലയിലാണ് പദ്ധതി ആവിഷ്കരിച്ചത്. അംഗനവാടി ജീവനക്കാരെ പോലെ പ്രതിമാസ നിശ്ചിത വേതനം പോലും ഇവർക്കില്ല. 1ഉം 2ഉം മൻമോഹൻ സിംഗ് സർക്കാരുകളും തുടർന്ന് വന്ന 1ാമത്തെയും 2ാമത്തെയും ഇപ്പോൾ 3ാമത്തെയും മോദി സർക്കാരുകളും ആശമാർക്ക് നിശ്ചിത പ്രതിമാസ വേതനം നൽകാൻ തയ്യാറായിട്ടില്ല. നിരന്തര സമരഫലമായി 2009 മൻമോഹൻ സർക്കാർ 8 നിശ്ചിത സ്ഥിര ജോലിക്കായുള്ള എന്ന നിലയിൽ 1000 രൂപയാണ് പ്രതിമാസ വേതനം നിശ്ചയിച്ചത്. 2018 ഡൽഹിയിൽ CITU, കിസാൻ സഭ, കർഷക തൊഴിലാളി യൂണിയൻ എന്നീ സംഘടനകളുടെ ആഭിമുഖ്യത്തിൽ 2 ലക്ഷത്തോളം തൊഴിലാളികളും കർഷകരും പങ്കെടുത്ത ഒരു റാലിക്ക് പിന്നാലെയാണ് ഈ തുക 2000 രൂപയായി വർദ്ധിപ്പിക്കാൻ BJP സർക്കാർ തീരുമാനിച്ചത്. അത്തരത്തിൽ തുച്ഛമായ പൈസയിലൂടെ 7000 രൂപ കൊണ്ട് നമുക്കറിയാം ഒരു മാസം എങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയുമെന്നുള്ളത് ചിന്തിച്ചാൽ അറിയാൻ പറ്റും. പക്ഷേ ഈ പറഞ്ഞതുപോലെ PSC ചെയർമാനും അംഗങ്ങൾക്കുമൊക്കെ ലക്ഷങ്ങൾ വർദ്ധിപ്പിക്കാം. KV തോമസിന് യാത്രാപ്പടി ഇനത്തിൽ ലക്ഷങ്ങൾ കൊടുക്കാം. പക്ഷേ ആശമാരുടെ കാര്യം മാത്രം കണ്ടില്ലെന്നടിക്കുകയാണ്. സമരം അവസാനിപ്പിച്ചു പോകണമെന്നുള്ള ധിക്കാര ഭാഷയിലാണ് മുഖ്യമന്ത്രി സംസാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ സമരം തുടർന്ന് തന്നെ പോകാനാണ് അവരുടെ തീരുമാനം.